പിങ്ക് ബസ് വരും. പിങ്ക് ബസ് വരുന്നത് കുറച്ച് 6 മാസം എടുക്കും വരാനായിട്ട്. പിങ്ക് ബസ് വരുമ്പോൾ മലപ്പുറത്ത് തരും. കാരണം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബസ്സാണ് അത് വരുന്നത്. ഓടിക്കുന്നത് സ്ത്രീകളായിരിക്കും. അത് മാത്രമല്ല, പിങ്ക് ബസ്സിനൊപ്പം ഒരു കണക്ഷൻ കൂടിയുണ്ട്. ഇപ്പൊ ഉൾപ്രദേശത്ത് ഒരു സ്ഥലത്താണ് വരുന്നതെങ്കിൽ അവിടെ നിന്നൊരു ചെറിയ ഈ വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ പോലെ സാധനം ഉണ്ടല്ലോ, 4 വീലുള്ള 3 വീല് അപകടമാണ്. അത് അതിനകത്തൊരു ഷെയർ ഓട്ടോ പോലെ കയറിയിട്ട് ഈ പിങ്ക് ബസ് വരുന്ന വഴിയിൽ അവർ ഇറക്കും. അവിടെ നിന്നാണ് പിങ്ക് ബസ്സിലേക്ക് പ്രവേശനം. പിങ്ക് ബസ് ഫ്രീ അല്ല എന്ന് പറയാണ്. ബാറ്ററിയാണ്. ഒരു ദിവസം 200 കിലോമീറ്റർ കൂടുതൽ ഓടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിങ്ക് ബസ് വരും. അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. അത് എല്ലാം കൂടി സിറ്റിയിലൊന്നും അല്ല, എല്ലാ സ്ഥലത്തും 1ഉം 2ഉം വെച്ചേ കൊടുക്കുള്ളൂ. കാരണം എല്ലായിടത്തും ഈ ലേഡീസ് ഓൺലി ബസ്സിന് ആള് കുറവാണ്. തിരുവനന്തപുരം സിറ്റിയിലൊക്കെ പണ്ട് ലേഡീസ് ഓൺലി ബസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു പിങ്ക് ബസ് ഒരു പരീക്ഷണമാണ്. ചെറിയ വണ്ടിയായിരിക്കും, ബാറ്ററി വണ്ടിയായിരിക്കും. അത് അല്ലെ, ബാറ്ററി വണ്ടിയല്ലേ. അത് പിന്നെ ഒരു വിദേശ ഫണ്ടിങ് ആണ്. യുനെസ്കോ അല്ലേ, യുഎന്നിന്റെ ഒരു സംഭാവനയാണ്. യുഎന്നിന്റെ ഒരു സ്കീം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് പിങ്ക് ബസ് വരാൻ പോകുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് അതിൽ പൈസ ചെലവില്ല. യുഎന്നിൽ നിന്നുള്ള ഒരു സാമ്പത്തിക സഹായമാണ് നമുക്ക് കിട്ടുന്നത്. 200 കിലോമീറ്റർ ഒരു ദിവസം 200 കിലോമീറ്റർ കൂടുതൽ ചാർജ് ചെയ്താൽ. അങ്ങനെ ചെറിയ വണ്ടിയാണ്. തിരുവനന്തപുരത്ത് ഓടുന്ന വണ്ടിക്കൊക്കെ അതേപോലത്തെ വണ്ടിയാണ്. അതെല്ലാം 200 കിലോമീറ്റർ കൂടുതൽ പോകില്ല, 200 പോകില്ല. അത് വരും. അത് വരുന്നതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഞാനത് അവരാദ്യം പറഞ്ഞത് ഓരോ സിറ്റി, തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച്, ഞാൻ പറഞ്ഞ അത് ശരിയാവില്ല. കാരണം അത് ആള് കാണില്ല. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തേക്കും വിഭജിക്കാൻ തീരുമാനിച്ചു. എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഡിപ്പോയിലും 1ഉം 2ഉം വണ്ടി വെച്ച് ഈ പിങ്ക് ബസ്സായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും വണ്ടി കിട്ടുകയും ചെയ്യും. ഈ പിങ്ക് ബസ് നിറഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതാണ് പദ്ധതി. ആ പദ്ധതി വരും. അതുകൂടാതെ ധാരാളം ബസ്സുകൾ റോഡിലേക്ക് വരും. ഒരാശങ്കയും വേണ്ട. ധാരാളം ബസ്സുകൾ ഈ റോഡിൽ വരും, KSRTC ആയിട്ട്. ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ മന്ത്രി മാറിപ്പോയാലും അത് തുടർന്നുകൊണ്ട് പോയാൽ അതെല്ലാം വരാമെന്ന് പറഞ്ഞ 1000കണക്കിന് ബസ്സുകൾ ഈ റോഡിലേക്ക് ഇറങ്ങും എന്ന സന്തോഷം എനിക്കുണ്ട്.